ദ ജേർണലിസ്റ്റിലേക്ക് LDFിൻ്റെ പതനം ദാരുണമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ തോൽവി ദുരന്തമാണ്. അതിനേക്കാളൊക്കെ ഉപരിയായി ഇതേക്കുറിച്ചുള്ള പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ്റെ പ്രതികരണം പരമ ദയനീയമാണ്. അത് കണ്ടിട്ട് അവിടെ നിന്ന് നമുക്ക് തുടങ്ങാം. ഇത്തരത്തിലുള്ള തോൽവി LDF കേരള ചരിത്രം നോക്കിയാൽ നേടിയിട്ടുണ്ട്. പക്ഷേ കണ്ണൂരിലെ പാർട്ടി കോട്ടകൾ നിലംപൊത്തി വീഴുന്ന കാഴ്ച കാണേണ്ടി. എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വിശദമായിട്ട് പരിശോധന വേണ്ടതാണ്. ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രമല്ല, പൊതുവേ കേരളത്തിൽ നല്ല പരാജയമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടായിട്ടുള്ളത്. ഓരോന്നും സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആഴത്തിൽ വിശദമായി പരിശോധിച്ച് തിരുത്തി മുന്നോട്ടേക്ക് പോകാനുള്ള വളരെ ഫലപ്രദമായ സംഘടനാ പ്രവർത്തനം, രാഷ്ട്രീയ പ്രവർത്തനം പാർട്ടി തീർച്ചയായിട്ടും നിർവഹിക്കുക തന്നെ. തോൽവിയുടെ കാരണം തേടി അങ്ങ് പാഴൂർ പടിപ്പുര വരെയൊന്നും പോകേണ്ട കാര്യമില്ല സഖാവേ. വെറുതെ നിങ്ങളൊന്ന് ധർമ്മടം മണ്ഡലത്തിലൂടെ ചുറ്റി സഞ്ചരിച്ചാൽ മതി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ, അതായത് 2016-ലെയും 2021-ലെയും തെരഞ്ഞെടുപ്പുകളിൽ 50,000-ത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷമായിരുന്നു നിങ്ങളുടെ വിശ്വഗുരുവായ പിണറായി സഖാവ് നേടിയത്. പക്ഷേ ഇത്തവണ യൂത്ത് കോൺഗ്രസ് നേതാവായ ചെറുപ്പക്കാരനായ അബ്ദുൾ റഷീദിനോട് മത്സരിച്ചപ്പോൾ പിണറായി നല്ലപോലെ വിയർത്തു. ആദ്യത്തെ 6 റൗണ്ടുകളിൽ നിങ്ങളുടെ കപ്പിത്താൻ, നിങ്ങളുടെ കപ്പലിൻ്റെ തലവൻ ആടി ഉലയുകയായിരുന്നു. ഒരു ഘട്ടത്തിൽ തോൽക്കുമോ എന്ന് പോലും CPM കേന്ദ്രങ്ങൾ ഭയന്നുപോയി എന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ. ഏറ്റവും ഒടുവിൽ പിണറായിയുടെ ഭൂരിപക്ഷം 19,279 മറ്റോ ആണ്. അത്രയും കുറവാണ്. ആ ഭൂരിപക്ഷം ശരിക്കും തോൽവിക്ക് സമാനമാണെന്നേ. കഴിഞ്ഞ രാത്രിയിൽ റിപ്പോർട്ടർ ചാനലിൻ്റെ അഭിമുഖത്തിൽ ഗോവിന്ദൻ മാഷ് പറഞ്ഞത് എന്താണ്? ഗംഭീര വിജയമായിരിക്കും, ഞങ്ങൾക്ക് ഒരു ടെൻഷനുമില്ല. അപ്പോൾ അരുൺകുമാർ ഇങ്ങനെ കുത്തി ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ സഖാവേ? ടെൻഷൻ ഉണ്ടാവില്ല. എന്ത് ടെൻഷൻ? വിധിയൊക്കെ നമ്മൾ നേരത്തെ അറിഞ്ഞിരിക്കുന്നു. തോക്കുമെന്ന്, എറിഞ്ഞു തോൽക്കുമെന്ന് ഉറപ്പായതിന് ശേഷം ആ ഒരു ചിരി ഉണ്ടാക്കിക്കൊണ്ട് ചാനൽ ഫ്ലോറിലേക്ക് വന്നതാണോ എന്ന് ജനങ്ങൾക്ക് സംശയമുണ്ട്. എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയനോടടക്കം ജനങ്ങൾ മുഖം തിരിച്ചു നിന്നത് തന്നെയാണ് സഖാവേ നിങ്ങളുടെ ഏറ്റവും വലിയ പരാജയം. എനിക്കറിയാവുന്ന ഒരുപാട് CPM പ്രവർത്തകരുണ്ട്, CPMൻ്റെ ആഭിമുഖ്യമുള്ള ഒരുപാട് തൊഴിലാളി സഖാക്കളുണ്ട്. ഇവരൊക്കെ എന്നോട് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിൽ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ? വല്ലാത്ത അഹങ്കാരമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ധാർഷ്ട്യവും ധിക്കാരവും സാധാരണ ജനങ്ങൾക്ക് അങ്ങ് ദഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇനിയും ആശാൻ മുഖ്യമന്ത്രിയാവുകയാണെങ്കിൽ ബംഗാളും ത്രിപുരയും ഇവിടെ ആവർത്തിക്കും. അതുകൊണ്ട് തന്നെ CPMൻ്റെ തിരിച്ചുവരവിന് നല്ലൊരടി കിട്ടുന്നത് നല്ലതാണ് എന്ന് അവർ പറയുകയും ചെയ്തു. ഈ തെരഞ്ഞെടുപ്പിൽ അവർ UDFന് വോട്ടും ചെയ്തിട്ടുണ്ട്. എനിക്കറിയാവുന്ന ആളുകളാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട പതനത്തിൻ്റെ കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് എന്നാണ് CPMൻ്റെ അണികളും നേതാക്കളും ബോധമുള്ള ആളുകളും വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മുഖം മാത്രം വെച്ചുകൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പടുകൂറ്റൻ ഫ്ലെക്സ് ബോർഡുകൾ വെച്ചു CPM. ഒരു പക്ഷേ CPMൻ്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഓരോ മണ്ഡലത്തിലും സ്ഥാനാർത്ഥിയുടെ മുഖം, അരിവാൾ ചുറ്റിക നക്ഷത്രം എന്ന ചിഹ്നം, ഇതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് LDF അല്ലാതെ മറ്റാര് എന്ന് പറഞ്ഞ പിണറായിയുടെ പടം മാത്രം വെച്ച് തെരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുൻപേ പ്രചാരണം ആരംഭിക്കുന്നത്. ആ ഫ്ലെക്സ് ബോർഡുകൾ തങ്ങൾക്ക് ഗുണകരമാകുമെന്ന് VD സതീശൻ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് ഞാനിപ്പോൾ ഓർക്കുന്നു. കറക്റ്റാണ്. ഈ മുഖം കണ്ട് ജനങ്ങൾ ഭ്രാന്തായിട്ട് പിണറായിക്കെതിരെ കുത്തി UDFന് വലിയ വിജയം കൊടുത്തു. അങ്ങനെ വേണം കാര്യങ്ങളെ വിലയിരുത്താൻ. സാധാരണഗതിയിൽ ഗോവിന്ദൻ മാഷ് താത്വികമായ ഒരു അവലോകനം നടത്തുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇത് പക്ഷേ എറിഞ്ഞു തോറ്റു, നല്ല പരാജയമാണ് എന്ന് അദ്ദേഹം സമ്മതിച്ചു. ഇവിടെയും ന്യായീകരണവുമായി ഞങ്ങൾ തോറ്റുകൊടുത്തതാണ്, വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിൻ്റെ വക്ക് പൊട്ടിയതാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ നല്ല രീതിയിൽ ജനങ്ങൾ പ്രതികരിച്ചേനെ. അതുകൊണ്ട് മാന്യമായൊരു പ്രതികരണം, ദയനീയമായൊരു പ്രതികരണം ഗോവിന്ദൻ മാഷ് നടത്തുന്നുണ്ട്. പക്ഷെ അപ്പോഴും മനസ്സിലാക്കേണ്ടത് CPMൻ്റെ കാൽച്ചുവട്ടിലെ മണ്ണ് ചോർന്നൊലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ യാഥാർത്ഥ്യം പിണറായി വിജയനും മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെച്ച്, MLA സ്ഥാനം രാജിവെച്ച് നാട് വിടുകയാണ് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇത് ഞാൻ പറയുന്നതല്ല, മറിച്ച് അദ്ദേഹവുമായി ബന്ധപ്പെട്ട ചില കേന്ദ്രങ്ങൾ പല ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ അടക്കം ആരംഭിച്ചിട്ടുള്ള ചർച്ചകളാണ്. അപ്പോൾ നമുക്കറിയാവുന്ന കണ്ണൂരിലെ ചില ആളുകളോടൊക്കെ ചോദിക്കുമ്പോൾ അവരും പറയുന്നത് ഒരു പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചികിത്സാർത്ഥം വിദേശത്തേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്, MLA ആയി തുടരാൻ അദ്ദേഹത്തിൻ്റെ ആരോഗ്യം അനുവദിക്കുന്നില്ല, അതുകൊണ്ട് ചിലപ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായേക്കുമെന്നാണ്. ഒരു പക്ഷേ പ്രതിപക്ഷ നേതാവ് എന്ന സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് നിയമസഭയിലേക്ക് പോകാനുള്ള അസ്കിത കൊണ്ടായിരിക്കാം ഇത്രയും കാലം കേരളത്തിൻ്റെ ക്യാപ്റ്റനാണ്, വികസന നായകനാണ് എന്ന് പറഞ്ഞതൊക്കെ നാളെ മുതൽ തിരുത്തി പറയേണ്ടി വരും. അല്ലെങ്കിൽ വലിച്ചു കീറും നിയമസഭയിലിട്ട് പ്രതിപക്ഷ നേതാവായി പോയാലും
ആ ഒരു മുഖ്യമന്ത്രി എന്ന സുഖം കിട്ടില്ല എന്നുള്ളത് കൊണ്ട് ഒരുപക്ഷെ പിണറായി വിജയൻ തന്നെ എടുത്ത തീരുമാനമായിരിക്കാം താൻ MLA ആയി തുടരാനില്ല, രാജിവെച്ച് ഒഴിയുകയാണ് എന്നൊക്കെ. എന്തായാലും പറഞ്ഞു കേൾക്കുന്നത് ഇപ്പോൾ അവിടെ സ്വരാജിനെ മത്സരിപ്പിക്കാനും എം സ്വരാജിനെ പ്രതിപക്ഷ നേതാവാക്കാനുമുള്ള ഒരു തീരുമാനമുണ്ട് എന്നുള്ളതാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിന്ന് തന്നെ ഒന്ന് വ്യക്തമാണ്, മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വലിയ ജനവികാരമുണ്ട്. അതായത് സ്വന്തം മണ്ഡലത്തിൽ നിന്നാണ്, ഓർക്കണം, 50,000 വോട്ടിന് മുകളിൽ, 1,50,000 വോട്ടിന് മുകളിൽ മാത്രം ഭൂരിപക്ഷം കിട്ടി ശീലിച്ച ധർമ്മടം എന്ന പിണറായിയുടെ സ്വന്തം മണ്ഡലത്തിലാണ് ഇത്രയും ഭയാനകമായൊരു തിരിച്ചടി, നേർപകുതിയിലും താഴേക്ക് വോട്ടുകൾ കുറയുന്നൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ ഇനി പാർട്ടിക്കാരെ അഭിമുഖീകരിച്ച് എങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും? ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ പാർട്ടി പ്രവർത്തകരുടെയും അണികളുടെയും നേതാക്കളുടെയും ഒക്കെ വിശ്വാസം ആർജിച്ചുകൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും? വലിയ ചോദ്യമാണ്. മുഖ്യമന്ത്രി എന്ന നിലയിൽ, ക്യാപ്റ്റൻ എന്ന നിലയിൽ, ആടിയുലയാത്ത കപ്പലിൻ്റെ നായകൻ എന്ന നിലയിൽ, കാവലാളെന്ന നിലയിൽ, പടത്തലവൻ എന്ന നിലയിലൊക്കെ PR വർക്കുകളിലൂടെ വലിയ പ്രചാരണം കൊടുക്കാനും സഖാക്കളെ കൊണ്ട് സോഷ്യൽ മീഡിയയിൽ അതൊക്കെ പോസ്റ്റ് ചെയ്യിക്കാനും ഈ കേഡർ സംവിധാനം ഉപയോഗിച്ച് കഴിയും. പക്ഷേ പരമദയനീയമാണ് അവസ്ഥ എന്ന് ലോകം തിരിച്ചറിഞ്ഞ ശേഷം, സ്വന്തം പാർട്ടിക്കാരുൾപ്പെടെ തിരിച്ചറിഞ്ഞ ശേഷം, ഇനി പ്രതിപക്ഷത്തിൻ്റെ ക്യാപ്റ്റൻ താനാണെന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ അങ്ങോട്ട് ചെല്ലാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ പിണറായി രാജിവെച്ചൊഴിയുന്നതാണ് ഉചിതം, അല്ലെങ്കിൽ പ്രതിപക്ഷ സ്ഥാനത്തേക്ക് വരാതിരിക്കുന്നതാണ് ഉചിതം, ആരോഗ്യം ചൂണ്ടിക്കാണിച്ച് മാറി നിൽക്കുകയാകും നല്ലത് എന്ന നിലയിലേക്ക് പാർട്ടിയും ഒരുപക്ഷെ സമ്മർദ്ദം ചെലുത്താനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഈ തോൽവിയുടെ കാരണഭൂതൻ പിണറായി വിജയനാണ് എന്ന് അവർ പാടുന്നത്, എപ്പോഴും പാട്ടിലൊക്കെ പറയുന്നത് പോലെ എല്ലാത്തിനും കാരണഭൂതൻ പിണറായി വിജയനാണെന്ന് പറയുന്നത് തോൽവിയുടെ ഉത്തരവാദിത്വവും അദ്ദേഹത്തിൻ്റെ തലയിൽ തന്നെയാണ് ഏറ്റവും പ്രധാനമായി നിക്ഷിപ്തമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകാനുള്ള സാധ്യത തെളിയുകയാണ്. അങ്ങനെ വരികയാണെങ്കിൽ, വീണ്ടും തെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ അബ്ദുൾ റഷീദിന് എളുപ്പത്തിൽ വിജയിച്ചു കയറാൻ കഴിയുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കാരണം അബ്ദുൾ റഷീദ് പരാജയപ്പെടും, അല്ലെങ്കിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കില്ല എന്ന് കോൺഗ്രസിനുള്ളിൽ, UDFിനുള്ളിൽ തന്നെ ഒരു ധാരണയുണ്ടായിരുന്നു. അബ്ദുൾ റഷീദ് തന്നെ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത്, ഞാൻ വളരെ കോൺഫിഡൻസോടുകൂടി മണ്ഡലത്തിൽ ജയിക്കുമെന്ന് പറഞ്ഞിട്ടും ആരും അത് കേട്ടില്ല, ചെവിക്കൊണ്ടില്ല എന്നാണ്. നമുക്കറിയാം, മാധ്യമങ്ങൾ പോലും അബ്ദുൾ റഷീദിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ കൊടുത്തു പോലും ഞാൻ കണ്ടിരുന്നില്ല. അബ്ദുൾ റഷീദ് തീരെ പ്രാധാന്യമില്ലാത്ത ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ, തോൽക്കാൻ പോകുന്ന ഒരു ബലിയാട് എന്ന നിലയിലാണ് എല്ലാവരും എഴുതി തള്ളിയത്. പക്ഷെ അവിടെയാണ് ആദ്യത്തെ 15 ഘട്ടങ്ങളിൽ 6 ഘട്ടം എണ്ണുമ്പോഴും അബ്ദുൾ റഷീദ് പിണറായിയെ വെള്ളം കുടിപ്പിച്ചത്. പിണറായിയുടെ മണ്ഡലത്തിൽ പിണറായിയുടെ സ്വന്തം ജനങ്ങളെ കൊണ്ട് പിണറായിക്കെതിരെ വോട്ട് ചെയ്യിക്കാനുള്ള സവിശേഷമായൊരു കഴിവ്, ധീരമായ ഇടപെടൽ, പ്രചാരണം അബ്ദുൾ റഷീദ് നടത്തി. ഒരു പക്ഷേ പാർട്ടി നേതൃത്വം സീരിയസ് ആയിട്ട് ആ മണ്ഡലത്തെ കൈകാര്യം ചെയ്തിരുന്നുവെങ്കിൽ, കോൺഗ്രസിൻ്റെ നേതാക്കൾ കുറെ കൂടി അവിടെ ക്യാമ്പ് ചെയ്തിരുന്നുവെങ്കിൽ പിണറായിയെ മലർത്തിയടിക്കാൻ പോലും അബ്ദുൾ റഷീദിന് സാധിക്കുമായിരുന്നു എന്ന് പറഞ്ഞാലും അതിശയോക്തിയൊന്നുമില്ല. അപ്പോൾ എന്തായാലും അവിടെ ഉപതെരഞ്ഞെടുപ്പിനുള്ള കളമൊരുങ്ങാൻ പോവുകയാണ് എന്നാണ് വരുന്ന വാർത്തകൾ. അങ്ങനെ വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു വലിയ മുന്നേറ്റം അബ്ദുൾ റഷീദിന് ഉണ്ടാകും. എന്തായാലും ഇപ്പോൾ തന്നെ പിണറായി വിജയൻ്റെ അടപ്പിളക്കുന്ന വിധത്തിലേക്ക്, പിണറായി വിജയന് ശക്തമായ തിരിച്ചടി കൊടുക്കുന്ന വിധത്തിലേക്ക്, നാണക്കേട് സമ്മാനിക്കുന്ന വിധത്തിലേക്ക് അബ്ദുൾ റഷീദിന് മാറാൻ കഴിഞ്ഞു എന്നതിലൊരു തർക്കവുമില്ല. എന്തായാലും കനത്ത രോഷത്തിലാണ് പിണറായി, കടുത്ത ദുഃഖത്തിലാണ് പിണറായി. MV ഗോവിന്ദൻ മാസ്റ്റർ ഉൾപ്പെടെ മാധ്യമങ്ങളെ കണ്ടിട്ടും പ്രതികരണങ്ങൾ നൽകിയിട്ടും ഈ നേരം വരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളോട് ഒരു അക്ഷരം സംസാരിച്ചിട്ടില്ല. ഏതെങ്കിലും തരത്തിലൊരു തെരഞ്ഞെടുപ്പ് വിലയിരുത്തൽ നടത്താൻ അദ്ദേഹം മുതിർന്നിട്ടില്ല. അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ തെരഞ്ഞെടുപ്പ് തോൽവിയുമായി ബന്ധപ്പെട്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് പോലും നമ്മൾ കണ്ടിട്ടില്ല. അപ്പം അതിൻ്റെ അർത്ഥം, അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടത്, പിണറായി വിജയൻ ഈ ദുരന്തത്തിൻ്റെ, ഈ തോൽവിയുടെ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കുന്നു, അല്ലെങ്കിൽ പാർട്ടി അത് പിണറായിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്, നിങ്ങളാണ് ഈ തോൽവിയുടെ എല്ലാത്തിൻ്റെയും കാരണം എന്ന്. എന്തായാലും പിണറായി വിജയൻ രാജിവെച്ച് അവിടെ ഒരു പുതിയ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്നു എന്ന വാർത്തകൾ വരുമ്പോൾ തീർച്ചയായും അബ്ദുൾ റഷീദിന് വിജയിച്ചു കയറാനുള്ള സാധ്യതകൾ തെളിയുകയാണ് എന്നുകൂടി നമുക്ക് പറയാം.